ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ടോസ് അക്കാഡമിയെ പരിചയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ടോസ് അക്കാഡമിയെ കുറിച്ച് ഒരു ചെറിയ വാക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോസ് അക്കാഡമിയിൽ കോച്ചിങ് നമ്മൾ നടത്തപ്പെടുന്നത് HSA, HSST, VHSC, കേരള PSCയുടെ മറ്റ് പരീക്ഷകൾ, LP, UP, സെറ്റ്, CTET, KTET, CSIR, അതുപോലെ തന്നെ UGC, NET എന്നിവയുടെ കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. KTET വിന്നേഴ്സും സെറ്റ് വിന്നേഴ്സുമായി 1500, 1000+ KTET വിന്നേഴ്സ് നമ്മളുടെ പക്കലുണ്ട്. PSC റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് തന്നെ 60+ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ VHSC മാത്സിന് ഈയിടെ ലാസ്റ്റ് നടന്ന VHSC മാത്സിന്റെ ഫസ്റ്റ് റാങ്ക്, അതുപോലെ HSC ഇംഗ്ലീഷിന്റെ 7th റാങ്ക്, HSST സുവോളജിയുടെ 6th റാങ്ക്, HSST ഇക്കണോമിക്സിന്റെ 13ാമത്തെ റാങ്ക് എല്ലാം നമുക്ക് സ്വന്തമാണ്. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിൽ മറ്റു റാങ്കുകളിൽ ഇടം നേടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ റാങ്കുകളായിട്ടാണ് എടുത്തു പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും സ്ലൈഡ് കാണാമെന്ന് വിശ്വസിക്കുന്നു. കാണാമല്ലോ അല്ലേ? ആരെങ്കിലും ഒരാളൊന്ന് പറയണേ, സ്ലൈഡ് കാണാമോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ഓർഗാനോമെറ്റാലിക്സിന്റെ ആണ് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓർഗാനോമെറ്റാലിക്സ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനൊരു ടോപ്പിക്സിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നോക്കി പോകേണ്ട ടോപ്പിക്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് വേണ്ടിയാണ് ടോപ്പിക്സിന്റെ ഒരു ആമുഖം പറയുന്നത്. നിങ്ങൾ ഇനോർഗാനിക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിൽ ഓർഗാനോമെറ്റാലിക്സ്, കോർഡിനേഷൻ കെമിസ്ട്രി, ലാന്തനൈറ്റ്സ്, ബയോ ഇനോർഗാനിക്, അതുപോലെ തന്നെ ബോറൈൻസ് ആൻഡ് ക്ലസ്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ FSOയുടെ ഒരു പ്രത്യേകത, ലാസ്റ്റ് നടന്ന FSO നെറ്റ് ഗേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്. MSc ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു FSOയ്ക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഗേറ്റ്, നെറ്റ് പോലെയുള്ള ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യത്തെ ഓർഗാനോമെറ്റാലിക്കിൽ നിന്നൊരു ചോദ്യമാണ്, തന്നിരിക്കുന്ന പ്ലാറ്റിനം 2 കോംപ്ലക്സുകളിൽ അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഏതാണെന്നാണ്. തന്നിരിക്കുന്ന 4 കോമ്പൗണ്ട് ഉണ്ട്, അതിൽ അൺസ്റ്റേബിൾ. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കോംപ്ലക്സ് നിങ്ങളോടൊരു അൺസ്റ്റേബിൾ കോംപ്ലക്സ് ഏതാണെന്ന് ചോദിക്കുന്നു. എന്തോ സ്ലൈഡ് കാണാൻ പറ്റുന്നില്ല. എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? അപ്പോ ആളുടെ പ്രശ്നമായിരിക്കുമേ. ഞാനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും കാണാത്തതുണ്ടോ? എന്തോ ക്ലിയർ ആവുന്നില്ലേ? കാണാമോ സ്ലൈഡ്? കാണാമോ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ആരെങ്കിലും ഒന്ന് പറയണേ. കാണുന്നുണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം ഓർഗാനിക് ആണോ ഇനോർഗാനിക് ആണോ എന്ന് നോക്കുക. അപ്പൊ തന്നിരിക്കുന്നത് ഉറപ്പായിട്ടും ഇതൊരു ഇനോർഗാനിക് ചോദ്യമാണ്. ഓർഗാനിക് ചോദ്യമാണെങ്കിൽ നമ്മൾ കാർബോകാറ്റയോണും കാർബീൻസും ഫ്രീ റാഡിക്കൽസും കാർബാനയോണും ആണോ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസിഷൻ സ്റ്റേറ്റ് അതാണോ ഫോം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ സ്റ്റെബിലിറ്റിയിലേക്ക് അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരും. പക്ഷെ ഇതൊരു ചോദ്യം പക്ക ഇനോർഗാനിക് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇത് ഓർഗാനോമെറ്റാലിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം. അതിൽ അൺസ്റ്റേബിലിറ്റി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ചോദിക്കുമ്പോൾ എപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് ബീറ്റ ഹൈഡ്രജന് റിലേറ്റഡ് ആണ്. അതായത് ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ ഒരു റിയാക്ഷൻ ആണ് ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ. അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ് തന്നിരിക്കുന്നതിൽ അൺസ്റ്റേബിൾ ഏതാണ് എന്നുള്ളത്. നിങ്ങൾ ഓർക്കുക, ബീറ്റ ഹൈഡ്രജൻ ഉള്ള വസ്തുക്കളെല്ലാം തന്നെ അൺസ്റ്റേബിൾ ആയിരിക്കും. കാരണം ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ബീറ്റ ഹൈഡ്രജൻ ഉണ്ടോ, എന്തിനോട് ചേർന്ന ബീറ്റയാണ് അല്ലെങ്കിൽ എന്തിനുള്ള ബീറ്റയാണ്, മെറ്റലിന് ബീറ്റ ആയിട്ട് നിൽക്കുന്ന കാർബണിലെ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ, ബീറ്റ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ ഓക്കെ, അത് എന്താണ്, അത് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ബീറ്റ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ അത് അൺസ്റ്റേബിൾ ആണ്.
ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏറ്റവും അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാണെന്നാണ്. അതായത് ബീറ്റ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ അവൻ അൺസ്റ്റേബിൾ ആണ്. ആ പോയിന്റ് ആണ് നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ബീറ്റ ഹൈഡ്രജന്റെ പ്രസൻസ് ഇസ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് അൺസ്റ്റെബിലിറ്റി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലാറ്റിനത്തിലേക്ക് 2 PPH3 ഉണ്ട്. അതുപോലെ CH2C CH3 ത്രൈസ്, അതായത് CH2C CH3 CH3 ആണ്. ഇവിടെ അടുത്തേക്ക് പ്ലാറ്റിനം ആണ്. സോ ഇത് പ്ലാറ്റിനത്തിന്റെ ആൽഫ കാർബൺ, ഇത് ബീറ്റ കാർബൺ. ഈ ബീറ്റ കാർബണിൽ എന്താണ്? ഇവിടെ ഒരു ഹൈഡ്രജനും ഇല്ല. കാരണം ബീറ്റ കാർബൺ പിന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വീണ്ടും മീഥൈൽ ഗ്രൂപ്പിലേക്കാണ്. അതുകൊണ്ട് ഇവിടെ നോ ആൽഫ ഹൈഡ്രജൻ. അതുകൊണ്ട് അയാള് വളരെ ബീറ്റ ഹൈഡ്രജൻ ഇല്ല. അതുകൊണ്ട് അയാൾ വളരെ സ്റ്റേബിൾ ആണ്. അപ്പൊ ആ ഓപ്ഷൻ അല്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കിക്കേ. രണ്ടാമത്തെ ഓപ്ഷനില് ഇത് ആൽഫ, ഇത് ബീറ്റ. ഓഫ് കോഴ്സ് ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ അവിടെ ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്, അത് അൺസ്റ്റേബിൾ അല്ലേ എന്നൊരു ഡൗട്ട് വരും. പക്ഷേ അത് ആ റിങ്ങിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് അതൊരു റിംഗ് കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ അതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു. ആ സൈക്ലിക് റിംഗ് സ്റ്റെബിലൈസ് ചെയ്യുന്നു മൊത്തത്തിലുള്ള കോമ്പൗണ്ടിനെ. അതുകൊണ്ട് ബീറ്റ ഹൈഡ്രജൻ ഉണ്ടായിരുന്നിട്ട് പോലും അത് സ്റ്റെബിലൈസ്ഡ് ആവുന്നു ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. PT 2 PPH3. ഓഫ് കോഴ്സ് ഇവിടെ ആൽഫ ബീറ്റ ഗാമ എന്ന് പോകും. ബീറ്റയില് 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ബീറ്റ ഹൈഡ്രജൻ is an indication of instability. അപ്പോ ഇതിനൊരു സാധ്യതയുണ്ട്. ഇവിടെ റിംഗ് ഫോർമേഷൻ ഒന്നുമില്ല. സോ ഇതൊരു അൺസ്റ്റേബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ഓപ്ഷനും കൂടെ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയാൽ നമുക്ക് C ആണ് ഉത്തരം എന്നതിലേക്ക് പോകാം. ഡി ഓപ്ഷനില് കോമ്പൗണ്ടിനകത്ത് ഇവിടെയും ഇത് എന്താണ്? ആൽഫ ബീറ്റ, ഈ ബീറ്റ ഹൈഡ്രജൻ ഉണ്ട്. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് എഗെയിൻ ആ ട്രിപ്പിൾ ബോണ്ട് അവിടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെയും ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും ആ അൺസ്റ്റെബിലിറ്റി കണക്കാക്കേണ്ടതില്ല. അപ്പോൾ റിംഗ് ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിലും അവിടെ ഈവൻ ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെങ്കിലും അത് അൺസ്റ്റെബിലിറ്റി ആയിട്ട് മാറില്ല എന്നുള്ളൊരു എക്സെപ്ഷനും കൂടെ മനസ്സിലാക്കണം. അങ്ങനെ തേർഡ് ഓപ്ഷൻ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഏത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടേത് ഇനോർഗാനിക് ചോദ്യമാണ് എങ്കിൽ നമ്മൾ ഇങ്ങനെ ഏതാണ് നമ്മുടെ ബീറ്റ ഹൈഡ്രജൻ എലിമിനേഷന്റെ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ആ ഒരു രീതിയിൽ വേണം അൺസ്റ്റേബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ ഈ ഒരു ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓർഗാനോമെറ്റാലിക്സിന്റെ റിയാക്ഷൻ പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓർഗാനോമെറ്റാലിക്കിന്റെ 18 ഇലക്ട്രോൺ റൂൾ ഇമ്പോർട്ടന്റ് ആണ്. മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഐസോലോബൽ കോൺസെപ്റ്റ് നോക്കിയിട്ട് പോകണം. ബൊറൈൻസിലെ ക്ലോസോനീഡോ അറാക്കിനോ അത് നോക്കിയിട്ട് പോകുക. ഐസോലോബൽ ഫ്രാഗ്മെന്റ്സ് നോക്കിയിട്ട് പോവുക. റിയാക്ഷൻസ് ടൈപ്പ് ഓക്സിഡേറ്റീവ് അഡീഷൻ, റിഡക്റ്റീവ് എലിമിനേഷൻ, ഈ ബീറ്റ ഹൈഡ്രൈഡ് എലിമിനേഷൻ, അതുപോലെ തന്നെ കറ്റാലിസിന്റെ വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്, ഹൈഡ്രോ ഫോർമുലേഷൻ, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സീഗ്ലർ-നാട്ട പോളിമറൈസേഷൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ ചോദ്യം വരാവുന്ന ഏരിയ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is not correct in chromatography? തന്നിരിക്കുന്ന ക്രോമറ്റോഗ്രഫിയിലെ കറക്റ്റ് ഇക്വേഷൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് കുറെ ഇക്വേഷൻസ് പഠിക്കാം. തന്നിരിക്കുന്നതിനകത്ത് ഒരെണ്ണമേ ഉള്ളൂ ഇൻകറക്റ്റ്, ബാക്കിയെല്ലാം കറക്റ്റ് തന്നെയാണ്. അപ്പൊ അനലിറ്റിക്കൽ കെമിസ്ട്രി നിങ്ങൾ നോക്കുമ്പോൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ക്രോമറ്റോഗ്രഫിയിൽ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഒരുപാട് ഡെപ്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനേർട്ട് ഗ്യാസ് ഏതാ, കാരിയർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ് ഏതാണ്, മൊബൈൽ ഫേസ് ഏതാണ്, റിവേഴ്സ് ക്രോമറ്റോഗ്രഫി വരുമ്പോൾ റിവേഴ്സ് ഫേസ് ക്രോമറ്റോഗ്രഫി വരുമ്പോൾ എന്താണ് ആ ഒരു വ്യത്യാസം നോർമൽ ഫേസുമായിട്ട്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ളതാണ്, തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്താണ്, റിട്ടൻഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, അത്തരത്തിലുള്ള ഏരിയാസ് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ തെർമൽ അനലിറ്റിക്കൽ ടെക്നിക്സ്, DTGA, DTA, DSE, ഇതിന്റെയൊക്കെ പ്രിൻസിപ്പിള്, ഇതിന്റെയൊക്കെ ഗ്രാഫ് എക്സും വൈയില് പ്ലോട്ട് ചെയ്യുന്നത് എന്താണ്,
അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവുക. പിന്നെ നെഫ്ലോമെട്രി, ടെർമിഡോമെട്രി ഒരു ജസ്റ്റ് ഒരു വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും, അതിന്റെ ബേസിക് പ്രിൻസിപ്പിള്. അതുപോലെ തന്നെ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ, പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻസ് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് തെർമോമെട്രിക് ടൈട്രേഷൻസ് എന്നും പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്, തെർമോമെട്രിക് ടൈട്രേഷൻസ്. ആ ഏരിയാസും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ആ ഏരിയയിൽ നിന്നും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ ക്രോമറ്റോഗ്രഫി? ക്രോമറ്റോഗ്രഫിയിൽ കറക്റ്റ് അല്ലാത്ത ഏതാണെന്നാണ്. ഇതില് റെസല്യൂഷൻ, കപ്പാസിറ്റി ഫാക്ടർ, സെപ്പറേഷൻ ഫാക്ടർ, നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ് ആണ് തന്നിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ റെസല്യൂഷൻ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം തന്നെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോ കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ചോദ്യം വന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സെപ്പറേഷൻ ഫാക്ടർ വന്നാൽ ഇത് ഉപയോഗിക്കാം. നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ്സ് പല PSC പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത്? ഒരു ക്രോമറ്റോഗ്രഫിയിൽ, ഒരു കോളം ക്രോമറ്റോഗ്രഫിയിൽ ആയിക്കോട്ടെ, അവിടെ എങ്ങനെയാണ് കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കുന്നത്? TR എന്ന് പറയുന്നത് അനലൈറ്റിന്റെ റിട്ടൻഷൻ ടൈം ആണ്. അനലൈറ്റിന്റെ റിട്ടൻഷൻ ടൈമിൽ നിന്ന് ഏത് സ്പീഷീസ് ആണോ സ്റ്റേഷനറി ഫേസ് റീറ്റെയിൻ ചെയ്യാത്ത അതിന്റെ റിട്ടൻഷൻ ടൈം മൈനസ് TR മൈനസ് TM ഡിവൈഡഡ് ബൈ TM ചെയ്താൽ നമുക്ക് അതിന്റെ കപ്പാസിറ്റി കിട്ടും. സിംപിളി ആ കോളത്തിൽ ആരാണ് റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നത് അതായിരിക്കുമല്ലോ അതിന്റെ കപ്പാസിറ്റി. അപ്പം അവന്റെ മാത്രം എടുക്കണം, മറ്റാളെ മൈനസ് ചെയ്ത് കളയണം. അതാണ് കപ്പാസിറ്റി ഫാക്ടറോട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെപ്പറേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത് റിട്ടൻഷൻ ടൈം ഫോർ ദ സെക്കൻഡ് കമ്പണന്റ് TR2 ഏത് കമ്പണന്റ്? സെക്കൻഡ് കമ്പണന്റിൽ നിന്നും അതിന്റെ റിട്ടൻഷൻ ടൈം എടുക്കാം മൈനസ് നമ്മുടെ റീറ്റെയിൻ ചെയ്യാത്ത, ജസ്റ്റ് ലൂസ് ഔട്ട് ചെയ്ത് പോയത്, റീറ്റെയിൻ ചെയ്യാത്ത സ്റ്റേഷനറി ഫേസിൽ നിൽക്കാത്ത സ്പീഷീസിന്റെ റിട്ടൻഷൻ ടൈം എടുക്കുക. അതുപോലെ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കമ്പണന്റിന്റെ റിട്ടൻഷൻ ടൈം മൈനസ് ഈ TMന്റെ കൂടെ മൈനസ് ചെയ്തതിന്റെ റേഷ്യോ കിട്ടിയാൽ നമുക്ക് സെപ്പറേഷൻ ഫാക്ടറായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കപ്പാസിറ്റി ഫാക്ടറും സെപ്പറേഷൻ ഫാക്ടറും ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ റെസല്യൂഷനും നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ്സും ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ് ഈക്വൽ 16 into TR ഡിവൈഡഡ് ബൈ W the whole square. TR എന്ന് പറയുന്നത് എന്താണ്? അനലൈറ്റിന്റെ റിട്ടൻഷൻ ടൈം ആണ്. W എന്ന് പറയുന്നത് വിഡ്ത് ഓഫ് ദ പീക്ക് ആണ്. ആ ഒരു പീക്കിന്റെ, നമ്മുടെ ആ ക്രോമറ്റോഗ്രഫി പീക്കിന്റെ വിഡ്ത് ആണ് W. അപ്പൊ 16 into TR by W into the whole square എന്ന് പറയുന്നത് നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ്സ് ആണ്. ഇനി റെസല്യൂഷൻ തെറ്റായിട്ടുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. റെസല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് 2 into TR2 minus TR1 divided by W1 plus W2. രണ്ട് കമ്പോണന്റ് ആണ്. അതിന്റെ റിട്ടൻഷൻ ടൈമുകളുടെ ഡിഫറൻസ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ആ ഒരു കമ്പോണന്റ് കറസ്പോണ്ടിങ് വിഡ്ത് ഓഫ് ദ പീക്ക് സം ചെയ്താൽ നമുക്ക് റെസല്യൂഷൻ കിട്ടും. അപ്പോൾ ഇത് തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള ഇക്വേഷൻ ആണ്. അതിന്റെ കറക്റ്റ് ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. സോ ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ എത്ര ഇക്വേഷൻ പഠിച്ചു? 4 ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞു. റെസല്യൂഷൻ കണ്ടുപിടിക്കാൻ, കപ്പാസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാൻ, സെപ്പറേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ ഓഫ് തിയറട്ടിക്കൽ പ്ലേറ്റ് ചിലപ്പോൾ ചോദിക്കാം, റെസല്യൂഷൻ ചോദിക്കാം, ചിലപ്പോൾ ബൈ ചാൻസ് കപ്പാസിറ്റി ഫാക്ടറും സെപ്പറേഷൻ ഫാക്ടറും ചോദിക്കാം. കാരണം ഗേറ്റിന് ഇത് ചോദിച്ചു കഴിഞ്ഞതാണ്, മീൻസ് അത് ഇക്വേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞതാണ്. സോ അവരത് റെഫറൻസ് ആയിട്ടൊക്കെ വെച്ചാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ കപ്പാസിറ്റി ഫാക്ടർ തന്നെ ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Two separate bulbs contain ideal gases A and B respectively. Density of gas A is twice that of gas B and molecular weight of gas A is half that of gas B. പ്രഷറിന്റെ റേഷ്യോ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മുടെ തെർമോഡൈനാമിക്സ് എടുക്കുമ്പോൾ മാക്സ്വെൽസ് റിലേഷൻസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സ്വെൽസ് റിലേഷൻ
മാക്സ്വെൽസ് റിലേഷൻസിന്റെ ഷോർട്ട് കട്ട് വീഡിയോ നമ്മുടെ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് എങ്ങനെയാണ് അത്രയും ടൈപ്പ് ഓഫ് റിലേഷൻസ് ഷോർട്ട് കട്ടിലൂടെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഡെറിവേഷനിലേക്ക് ഒന്നും കടക്കണ്ട, ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് പഠിക്കുക. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ നെയിംഡ് ഇക്വേഷൻസും നെയിംഡ് ലോസും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് എന്താണ് റിലേഷൻ, ഡുലോഗ് പെറ്റിറ്റ്സ് ലോ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ സാഗർ ടെട്രോഡ് ഇക്വേഷൻ എന്താണ് പറയുന്നത്, അതുപോലെ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ക്ലോഷ്യസ്-ക്ലാപെറോൺ ലോ, തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത് ഏത് തെർമോഡൈനാമിക്സിന്റെ ലോയെ അടിസ്ഥാനത്തിലാണ്, സീറോത്ത് ലോയാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ കെമിസ്ട്രി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നെയിംഡ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും അതുപോലെ നെയിംഡ് ആയിട്ടുള്ള ലോസും കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി നമുക്ക് അധികം സമയമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങളുടെ റിവിഷൻ ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഈ ഒരു രീതിയിലേക്ക് പോവുക. പുതിയതായിട്ട് പഠിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുള്ള ആയിരിക്കാം. അങ്ങനെയുള്ളവരാണേലും അഥവാ ഇനിയും ഇതുവരെ പഠിച്ചിട്ടില്ല, നല്ല തിരക്കായിരുന്നു, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലുള്ളവരാണേലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഇനോർഗാനിക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് നോക്കി വിടുക. അനലിറ്റിക്കൽ അങ്ങനെ നോക്കുക. ദെൻ ലാസ്റ്റ് ഇപ്പൊ ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇക്വേഷൻസുകളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നെയിംഡ് ഇക്വേഷൻസ് പ്രാധാന്യം അർഹിക്കുന്നതാണ്, നെയിംഡ് ലോസും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ ഏത് ഇക്വേഷനാണ് പറയുന്നത്, ഏത് നെയിംഡ് ഇക്വേഷൻ ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡെൻസിറ്റിയും മോളിക്കുലാർ വെയിറ്റ്, ഡെൻസിറ്റി പറയുന്നുണ്ട്, മോളിക്കുലാർ വെയിറ്റ് പറയുന്നുണ്ട്, പ്രഷർ പറയുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വരുമ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഡേറ്റാസ് നിങ്ങൾ എഴുതിയിട്ട് ഇവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. ഓക്കെ, നമുക്കറിയാം പ്രഷർ എന്ന് പറയുന്നത് PV = nRT നിങ്ങളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്ന് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ഓക്കെ, ഇനി ഡെൻസിറ്റിയും ജോയിൻ ചെയ്യിച്ചോട്ടെ, കൃത്യം പറയുന്ന സമയത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതാണ് ബുദ്ധിമുട്ട് വരുന്നത്. PV = nRT ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. അതിൽ P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയാമോ ആരെങ്കിലും? ഡെൻസിറ്റിയുടെ ഇക്വേഷൻ mass by volume. തമ്മി Mass by volume. മാസ് ബൈ വോളിയം. ഈ കാര്യം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. റോ = മാസ് ബൈ വോളിയം ആണ്. സോ നമുക്ക് എയും ബിയുടെയും കാര്യം എഴുതാം. എയുടെയും ബിയുടെയും കാര്യം എഴുതുമ്പോൾ റോ ഈസ് 1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് കിട്ടി. അല്ലെങ്കിൽ റോ 1/v. പിന്നെ നമ്മൾ ഓൾറെഡി എഴുതി P ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/v എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബുക്കിൽ എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലെ? എഴുതിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രഷർ A ബൈ പ്രഷർ B നമുക്ക് വോളിയം B ബൈ വോളിയം A എന്ന് എഴുതാം. ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ ആണോ? ഞാൻ എഴുതിയിരിക്കുന്നത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആയതുകൊണ്ട് A എന്ന ഗ്യാസിന്റെ പ്രഷർ ഡിവൈഡഡ് ബൈ B എന്ന ഗ്യാസിന്റെ പ്രഷർ എന്ന് പറയുന്നത് VB ബൈ VA എന്ന് എഴുതി. എന്തെങ്കിലും ഡൗട്ട് എന്താണ്, ബുദ്ധിമുട്ടാണോ? ഓക്കെ ആണോ എല്ലാവരും? എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും കൺവിൻസ്ഡ് ആണോ? റെസ്പോണ്ട് ചെയ്യണേ, ലൈവ് സെഷൻ അല്ലേ? ഓക്കെ, നമുക്കറിയാം ബിയും അപ്പൊ നമ്മൾ പ്രഷറിൽ നിന്ന് വോളിയത്തിലേക്ക് എത്തി. നമുക്കറിയാം റോ = m/v ആണ്. സോ V നമുക്ക് m/ρ എന്ന് എഴുതാം. അപ്പൊ VBക്ക് പകരം mv/ρb
ഡിവൈഡ് ബൈ MA ഡിവൈഡഡ് ബൈ റോ A. ഇതൊക്കെയാണോ? ഇതൊക്കെയാണോ? ഓക്കെയാണോ? അതെ മാം. ഓക്കെ. നമുക്ക് ഇങ്ങനെ എഴുതാം, MB divided by row B into row A divided by MA. ഓക്കെയാണോ? ഓക്കെയാണോ? യെസ് മാം. MB divided by MA, MB divided by MA into row A divided by row B. ക്വസ്റ്റ്യനകത്ത് MB യെ കുറിച്ച്, മോളിക്കുലാർ വെയിറ്റ് ഓഫ് B യെ കുറിച്ച്, മാസ് ഓഫ് B യെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം അല്ലെ. Two separate bulbs contain ideal gas A and B. Density of gas is twice that of B. Molecular weight of gas A is half that of gas B. എയുടെ മോളിക്കുലാർ വെയിറ്റ് ബിനേക്കാൾ ഹാഫ് ആണെന്ന്. അതായത് MA എന്ന് പറയുന്നത് MB ഡിവൈഡ് ബൈ 2 ആണ്. ദാറ്റ് മീൻസ് MB എന്ന് പറയുന്നത് 2MA ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളല്ലോ. ഓക്കെ. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, PA divided by PB equal 2MA divided by MA into rho A divided by rho B. That means PA by PB equal to 2 into rho A by rho B. ഇനി ഡെൻസിറ്റിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ക്വസ്റ്റ്യനകത്ത്? Density of gas A is twice that of gas B എന്ന് പറയുന്നുണ്ട്. അതായത് density of gas A equal to twice rho B. സോ നമുക്ക് ഈ rho A യുടെ സ്ഥാനത്ത് 2 rho B എന്ന് കൊടുക്കാം. Divided by rho B. That means 2 into 2, 4. നമ്മളോട് ചോദിച്ചത് A by B യുടെ പ്രഷറിന്റെ റിലേഷൻ ആണ്. The ratio of pressure of A to B. അത് 4 ആണ്. ഓപ്ഷൻ സി. നമ്മൾ ഇത്രയൊക്കെ എഴുതി പോയെങ്കിലും നമ്മൾ ജസ്റ്റ് രണ്ട്, നിങ്ങൾ 9ാം ക്ലാസ് തൊട്ടോ 8ാം ക്ലാസ് തൊട്ടോ ഒക്കെ പഠിച്ച രണ്ട് ഇക്വേഷനിൽ നിന്ന് പോയതാണ്. പറഞ്ഞു ആരും പറഞ്ഞു. എന്ത് പറയാനുള്ള ഫോൺ ചെയ്ത് പറയണേ, ഡൗട്ട് ആണെങ്കിൽ പറയണേ. കണ്ടിന്യൂ ചെയ്യട്ടെ? എനിക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണേ. ഓക്കെ, അപ്പോ നമ്മൾ പഠിച്ച ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയത്തിൽ നിന്നും പണ്ട് മുതലേ പഠിച്ച പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു പറയുന്ന ആ ഒരു റിലേഷനിൽ നിന്നും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തെത്തിയതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പഠിച്ച ക്വസ്റ്റ്യൻ അല്ല. സിമ്പിൾ ഇതിനകത്തേക്ക് ചോദിക്കും. ഇത് ഗേറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷനുമായി നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, എങ്ങനെ ഇതിനെ കണക്ട് ചെയ്ത് ഇവിടേക്ക് എത്തിക്കുന്നു എന്നുള്ളതിലാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഇരിക്കുന്നത്. സിമ്പിൾ ഇക്വേഷൻ ആണ്, പക്ഷെ നമ്മളത്
മീറ്റർ. നമുക്കറിയാം എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് ഏരിയയിൽ പഠിച്ചതാണ്? ഏത് ഏരിയയിൽ പഠിച്ചതാണ് നമ്മൾ? ബ്രാഗ്സ് ഇക്വേഷൻ ഒക്കെ ഏത് ഏരിയയിലാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്? സോളിഡ് സ്റ്റേറ്റില്. സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അല്ലെ? സോളിഡ് സ്റ്റേറ്റിലാണ് പഠിച്ചിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്. ലിക്വിഡ് സ്റ്റേറ്റിൽ ഒരു ചോദ്യങ്ങളൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. എന്നാൽ പോലും വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ തമ്മിലൊക്കെയുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അത് കണ്ടുപിടിക്കുന്ന മെത്തേഡ്, സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്, വിസ്കോസിറ്റി കണ്ടുപിടിക്കുന്ന മെത്തേഡ്, കുറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ. പോയ്സൺസ് ഇക്വേഷൻ, അതുപോലെ തന്നെ സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, കുറെ വിസ്കോമീറ്റർ വെച്ചിട്ടുള്ള കുറെ എക്സ്പെരിമെന്റൽ ടെക്നിക്ക്, അതുപോലെ ടൈം, റേറ്റ് ഓഫ് ഫ്ലോയും തമ്മിലുള്ള റിലേഷൻ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, എക്സാമ്പിൾസ് കുറെ ടൈപ്പ് ലിക്വിഡ് ക്രിസ്റ്റൽസ്, സ്മെറ്റിക് അങ്ങനെയൊക്കെയുള്ള അതിന്റെ എക്സാമ്പിൾസ് പഠിച്ചിട്ട് പോകണം. ഗേഷ്യസ് സ്റ്റേറ്റിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിട്ട് കളയാതെ പോകേണ്ടതാണ് ടൈപ്പ് ഓഫ് വെലോസിറ്റി, RMS, മോസ്റ്റ് പ്രോബബിൾ, ആവറേജ്, ആ ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ കുറെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ വോളിയം, ക്രിട്ടിക്കൽ പ്രഷർ. ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുമ്പോൾ ആ ഇക്വേഷൻസ് അതേപടി ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് അവിടെ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനത്തെ ഇക്വേഷൻസ് ഒന്ന് നോക്കിയിട്ട് പോയാൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് ആയില്ലേ, ഇപ്പൊ നീ നോക്കുന്നത് കണ്ണിൽ നിൽക്കും. അതുകൊണ്ട് ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. അത് എക്സ്പെരിമെന്റിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് നോക്കിയിട്ട് പോവുക. ഈ പറഞ്ഞ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ നോക്കിയിട്ട് പോവുക. ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് പോവുക. അതിൽ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടല്ലോ, ഏഴ് ക്രിസ്റ്റൽ സിസ്റ്റം, അതിന്റെ റിലേഷൻ, ABC റിലേഷൻ, ഗാമ റിലേഷൻ, അതുപോലെ തന്നെ ഓരോ സിസ്റ്റത്തിന്റെയും എക്സാമ്പിളുകൾ നോർമലി വരുന്ന കുറച്ച് കോമൺ ആയിട്ട് ഗ്രാഫൈറ്റ്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് വരുമല്ലോ, അങ്ങനത്തെ തരത്തിലുള്ള എക്സാമ്പിൾസ് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കണ്ടുപിടിക്കാൻ സിസ്റ്റത്തിന്റെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വാല്യൂന്റെ നേച്ചർ മനസ്സിലാക്കിയിട്ട് അത് ക്യൂബിക് സിസ്റ്റം ആണോ, BCC സിസ്റ്റം ആണോ, SCC സിസ്റ്റം ആണോ എന്ന് നോക്കാനായിട്ടുള്ള ചോദ്യം വരും. അത് കുറച്ച് MSc ലെവൽ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് മാം. വോയിസ് നല്ലോണം ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ഞങ്ങള് കണ്ടിന്യൂസ് പറയുന്നാലേ മനസ്സിലാവുള്ളൂ ബ്രേക്ക് ആണ്. ഓക്കെ. അപ്പോ ലാസ്റ്റ് പറഞ്ഞ എന്താണ്, നമ്മുടെ സോളിഡ് സ്റ്റേറ്റിനകത്ത് HKLന്റെ വാല്യൂന്റെ നേച്ചർ, HKL പോസിറ്റീവ് വന്നാൽ, അല്ലെങ്കിൽ Hഉം Kയും Lഉം എല്ലാം ഈവൻ വന്നാൽ, Hഉം Kയും Lഉം എല്ലാം ഓട് വന്നാൽ, ഇപ്പൊ ക്ലിയർ ആണോ? ബ്രേക്ക് ഉണ്ടോ? ഓക്കെ. ആ HKL വാല്യൂയുടെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പ് സിസ്റ്റം ആണ് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. പൂര്യൻ ശർമ്മയുടെ സോളിഡ് സ്റ്റേറ്റിന്റെ ലാസ്റ്റ് സെക്ഷനിൽ ഈ ഒരു പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ ബ്രാഗ്സ് ലോ ഉണ്ടല്ലോ, ലാംഡ ഇസ് ഈക്വൽ ടു 2d sin θ എന്ന് പറയുന്ന ബ്രാഗ്സ് ലോയിൽ നിന്നും ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട്. സ്പേസിങ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ സൈൻ തീറ്റ കണ്ടുപിടിക്കാനും ഒക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇതില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആസ് സച്ച് നമുക്ക് പഠിക്കാം. phi equal to h square by 8m e d square. Hന്റെ വാല്യൂ എന്ന് പറഞ്ഞേ, Hന്റെ വാല്യൂ 6.626 into 10 raised to minus 34. 6.626 into 10 raised to minus 34 divided by 8. Then mass of electron
9.1 ആണോ? ആണോന്നാണോ ചോദിക്കുന്നത്? 9.1 into 10 to the power minus 19. -31 ആണ്. നമ്മളെല്ലാം മീറ്ററിലല്ലേ, SI യൂണിറ്റിലാണ് കാണേണ്ടത്. Okay, ma'am. Okay. ഓക്കെ. 9.1 into 10 - -31. ഈയുടെ വാല്യൂ (1.6 into) എന്നും പറഞ്ഞ വാല്യൂ പഠിച്ചിട്ടില്ലേ? 1.6 into 10 raised to minus 19 അല്ലേ? അത് തന്നെ, 1.6 into 10 raised to minus 19. D സ്ക്വയർ. D എന്താണ്? സ്പേസിംഗ് ആണ്. അത് എത്രയാ? 351.8 into 10 raised to minus 12 the whole square. ചെയ്യാമോ ഒന്നെല്ലാവരും? ഇത് പിന്നെ ഇത് ഗേറ്റിനായതുകൊണ്ട് ഗേറ്റിന് ഈ പറഞ്ഞ പോലെ കാൽക്കുലേറ്റർ അവൈലബിൾ ആണല്ലോ, ഓൺലൈൻ ആണ്. അതുകൊണ്ട് ഗേറ്റിന് ഈ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇട്ടാലും അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പക്ഷെ സിമ്പിൾ മാത്തമാറ്റിക്കൽ നമ്പേഴ്സേ തരത്തുള്ളൂ കേട്ടോ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇതൊന്ന് ചെയ്തൊക്കെ എന്തായാലും എത്ര കിട്ടുന്നു നോക്കാം. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം കേട്ടോ. ചെയ്യുവാണല്ലോ അല്ലേ? ചെയ്യുവാണല്ലോ എല്ലാരും? കിട്ടിയോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്തോളൂ കേട്ടോ. കിട്ടിയോ? 3.05 ആണോ? ഓ കറക്റ്റ് ആണ്, 3 ആണ് ആൻസർ. ഓപ്ഷൻ ഡി 3 ആണ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ, കാരണം പൊതുവെ ഇങ്ങനെ 5 പൊട്ടൻഷ്യൽ ഡിഫറൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഗേറ്റിന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ അല്ലാതെ PSC എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതലും ആ ഡി വാല്യൂവും അതുപോലെ തന്നെ വേവ് ലെങ്തും സൈൻ തീറ്റയൊക്കെയാണ് ചോദിക്കാറ്. അപ്പൊ ഇതങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ റാങ്ക് ഡിറ്റർമിനിങ് ചോദ്യമായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബ്രാക്സ് ലോയിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള ഈ ഇക്വേഷൻ 5 = h²/8 me/d². നിങ്ങൾ എമ്മും ഇയും കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പോവുക, എച്ചും അറിഞ്ഞിട്ട് പോവുക. d² തന്നിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കിട്ടിയോ? 3 കിട്ടിയോ? 3 കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും 3 വാല്യൂ? കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കിട്ടിയില്ലേ? ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയണേ. കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീരിയോ കെമിസ്ട്രി ആണ്.
സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയാസ് കോൺഫിഗറേഷൻ 6 മെസ്സും കണ്ടുപിടിക്കുന്നത് പഠിക്കുക. അതിന്റെ ഷോർട്ട് കട്ട് വീഡിയോ നമ്മുടെ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് വീഡിയോ ചാനലിൽ അവൈലബിൾ ആണ്. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ എങ്ങനെ 6 മെസ്സും കണ്ടുപിടിക്കാന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡെക്കലീൻ സിസ്റ്റത്തിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, സിസ് ഡെക്കലീൻ എത്ര NMR സിഗ്നൽ തരുന്നു, ട്രാൻസ് ഡെക്കലീൻ എത്ര NMR സിഗ്നൽ തരുന്നു, ആ ഏരിയാസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സൈക്ലോഹെക്സൈന്റെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിസ്റ്റം ഡൈ ആക്സിയൽ ആണോ, 1,3 എന്താണ് ഡൈ ആക്സിയൽ അല്ലെങ്കിൽ ആക്സിയൽ ഇക്വറ്റോറിയൽ 1,3 സബ്സ്റ്റിറ്റ്യൂന്റ് വരുമ്പോൾ സിസ് എന്താണ്, അതുപോലെ തന്നെ ട്രാൻസ് എന്താണ്, 1,2 വരുമ്പോ എന്താണ്, 1,3 വരുമ്പോ എന്താണ്, 1,4 വരുമ്പോ എന്താണ്. ആ ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദ്യങ്ങളായിട്ട് വരുന്നതാണ്. അപ്പൊ ആ കോൺഫിഗറേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ സൈക്ലോഹെക്സൈന്റെ ഒരു പലതരം കോൺഫിഗറേഷൻസ് ഉണ്ട്, കൺഫോർമേഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ ബോട്ട്, ഹാഫ് ചെയർ, ട്വിസ്റ്റ് ബോട്ട്, അതിന്റെ ആ ഓർഡർ കൃത്യമായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണത്. അതിന്റെ വേണമെങ്കിൽ അതിന്റെ എനർജി വാല്യൂസും നോക്കുന്നത് നല്ലതായിരിക്കും. കൃത്യമായിട്ട് അതിന്റെ ഓർഡർ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും ഏരിയാസ് സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നിന്ന് നോക്കുക. അതുപോലെ തന്നെ എനാൻഷോമറിക് എക്സസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. CSIR-നും ഗേറ്റിനും ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ആൻ ഒപ്റ്റിക്കലി പ്യുവർ ആർ കോമ്പൗണ്ട്, ആർ കോൺഫിഗറേഷൻ വരുന്ന 2-bromobutane സ്പെസിഫിക് റൊട്ടേഷൻ -112 ഒരു ഗിവൺ സാമ്പിളിന്റെ ഗിവൺ സാമ്പിൾ ഓഫ് 2-bromobutane സ്പെസിഫിക് റൊട്ടേഷൻ -82.88 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഓഫ് എനാൻഷോമർ, എനാൻഷോമർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോ പെർസെന്റേജ് ഓഫ് എനാൻഷോമറിക് എക്സസ് കാണാനായിട്ട് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ഗിവൺ സാമ്പിളിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ എടുക്കുക. അതിൽ കൃത്യമായിട്ട് നമ്മൾ കോൺഫിഗറേഷൻ പറയാത്തത് ഗിവൺ സാമ്പിൾ ഓഫ് 2-bromobutane എക്സിബിറ്റഡ് സ്പെസിഫിക് റൊട്ടേഷൻ R ആണോ S ആണെന്നോ പറയുന്നില്ല. ആ സ്പെസിഫിക് റൊട്ടേഷൻ ഓക്കെ, അത് നമ്മൾ സ്പെസിഫിക് അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ആണെങ്കിൽ പറയാം. കൃത്യമായി പറയുന്നില്ല ഏത് ഐസോമർ ആണെന്ന്. അപ്പൊ അതിന്റെ ആ റൊട്ടേഷൻ വാല്യൂ ഡിവൈഡ് ബൈ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്ന ആറിന്റെ വാല്യൂ, അത് ഡിവൈഡ് ചെയ്ത് 100 ചെയ്താൽ നമുക്ക് എനാൻഷോമറിക് എക്സസ് കിട്ടുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് പെർസെന്റേജ് ഓഫ് എനാൻഷോമറിക് എക്സസ് ഒന്ന് കണ്ടുപിടിക്കാം. പെർസെന്റേജ് എനാൻഷോമറിക് എക്സസ് ഇസ് ഈക്വൽ ടു ഒപ്റ്റിക്കൽ റൊട്ടേഷൻ divided by specific rotation into 100. കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് ഏത് ഐസോമറിന്റെ ആണോ പറയുന്നത് അത് SR താഴെ കൊടുക്കുക. കൃത്യമായിട്ട് നമ്മളോട് കോൺഫിഗറേഷൻ ഒന്നും പറയാതെ പറഞ്ഞത് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഒന്ന് കണ്ടുപിടിച്ച് പെർസെന്റേജ് എനാൻഷോമറിക് എക്സസ്. കിട്ടിയെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാമേ. തന്നിരിക്കുന്ന ഒപ്റ്റിക്കൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് -82.88, സ്പെസിഫൈ ചെയ്ത് സ്പെസിഫിക് ആറിന്റെ പറയുന്നത് -112 into 100 ആണ് ഞാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പെർസെന്റേജ് എനാൻഷോമറിക് എക്സസ് കാണാനായിട്ട് എത്ര കിട്ടിയെന്ന് പറയണേ. 74. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ 74? 74 കിട്ടിയോ എല്ലാവർക്കും? ആ 74% എന്ന് പറയുന്നത് ശരിക്കും R ഐസോമറിന്റെ എക്സസ് ആണ് അല്ലേ? കാരണം ആറിന്റെ അല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, R ബ്രോമോബ്യൂട്ടൈൻ
എക്സസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനാൻഷോമെറിക് എക്സസ്. ഇനി എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറും എസ് കൂടെ ചേർന്ന് എത്ര വരും? മൊത്തം കൂടെ എടുത്താല് എത്ര വരുന്നത്? ആറും എസും കൂടെ എടുത്താല് 100. 100. ഓക്കെ, കറക്റ്റ്. ആറും എസും കൂടെ എടുത്താൽ മൊത്തം 100 വരണം. നമുക്കറിയാം എക്സസ് എടുത്തു, അതായത് ഡിഫറൻസ് എടുക്കുമ്പോൾ ആർ മൈനസ് പെർസെന്റേജ് ഓഫ് എസ് എടുത്തപ്പോൾ ഡിഫറൻസ് എടുത്തപ്പോൾ 74% എക്സസ് കിട്ടിയത്. ശരിക്കും എക്സസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ട് ഐസോമർ ആണ്. ആർ മൈനസ് എസ് എടുത്തപ്പോൾ 74 വന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? എത്ര എസ് പെർസെന്റേജ് ഉണ്ടെന്നാണ്. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് എസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? 1 + 2 ആഡ് ചെയ്യുക. സോ നമുക്ക് 2% ഓഫ് ആർ എന്ന് പറയുന്നത് 174 വന്നു. ഈ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ ആറും ആഡ് ചെയ്ത് 2 ആയി. എസും മൈനസ് എസും ക്യാൻസൽ ഔട്ട് ആയി. 100ഉം 74 കൂടെ ആഡ് ചെയ്ത് 174 ആയി. അങ്ങനെ ആകുമ്പോൾ ആറിന്റെ പെർസെന്റേജ് 174/2 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 174/2 എന്ന് പറഞ്ഞാൽ 87%. അങ്ങനെയാണെങ്കിൽ എസ് എത്രയായിരിക്കും? കണ്ടുപിടിച്ച് പറയാമോ? എസ് എത്രയായിരിക്കും? എസ് എത്രയായിരിക്കും? എസ് എത്രയായിരിക്കും? 13%. എല്ലാവർക്കും കിട്ടിയോ? കാരണം ആറും എസ് കൂടെ ചേർന്നാൽ 100 വരണം. 87 കിട്ടിയാൽ 100ൽ നിന്ന് 87 പോയെ ബാക്കി 13% എസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചൂസ് ദ അലൗഡ് ട്രാൻസിഷൻ. തന്നിരിക്കുന്നതിനകത്ത് അലൗഡ് ട്രാൻസിഷൻ ഏതാണെന്നാണ്. ഇത് ഗേറ്റിന് മാത്രമല്ല എല്ലാ പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. CSIR ചോദിച്ചിട്ടുണ്ട്, സെറ്റിന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ PSC പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. ഇതില് ആദ്യമേ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം സെലക്ഷൻ റൂൾ ആണ്. ഏതൊക്കെ റൂൾ പ്രകാരമാണ് ട്രാൻസിഷൻ അലൗഡ് ആവുന്നതെന്ന് നോക്കുക. ഡെൽറ്റ എസ് 0 വരണം. അതായത് സ്പിൻ മൾട്ടിപ്ലിസിറ്റി ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരണം. അതായത് നമ്മളൊരു ഓർബിറ്റലോ അല്ലെങ്കിൽ ഇത് എഴുതുമ്പോൾ ഇതിന്റെ മുകളിൽ കിടക്കുന്നതാണ് ഞാൻ ഈ റൗണ്ട് ചെയ്തിരിക്കുന്നതാണ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി. ട്രാൻസിഷൻ നടക്കണമെങ്കിൽ ആ സ്പിൻ മൾട്ടിപ്ലിസിറ്റിയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരണം. ചുരുക്കി പറഞ്ഞാൽ ആ രണ്ടെണ്ണത്തിന്റെ ഒരു ലോവർ എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുമ്പോൾ ആ എനർജി ലെവലിന്റെ മുകളിൽ നമ്മൾ നൊട്ടേഷൻ പ്രകാരം മുകളിൽ എഴുതിയിരിക്കുന്ന 2s+1 വാല്യൂ രണ്ട് ലെവലിനും സെയിം ആയിരിക്കണം. 1ൽ നിന്ന് 1ലേക്ക് പോകത്തില്ല. സ്പിൻ മൾട്ടിപ്ലിസിറ്റി 1 ആണെങ്കിൽ പോകേണ്ട ലെവലിന്റെ സ്പിൻ മൾട്ടിപ്ലിസിറ്റി 1 ആയിരിക്കണം. അതാണ് ഡെൽറ്റ എസ് = 0 എന്ന് പറയുന്നത്. അടുത്തത് ഡെൽറ്റ എൽ വാല്യൂ 0 അല്ലെങ്കിൽ +or-1. എൽ വാല്യൂന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0. ഇപ്പൊ നിങ്ങൾ എസ് ടു പി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? എസിന്റെ എൽ വാല്യൂ 0 ആണ്, പിയുടെ എൽ വാല്യൂ 1 ആണ്. അപ്പൊ എസിൽ നിന്ന് പിയിലേക്ക് പോകുമ്പോൾ 0 - 1 -1 ആണ്. അപ്പൊ അത് അലൗഡ് ആണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിലും അറ്റോമിക് സ്പെക്ട്രയുടെ ഈ ഒരു രീതിയിലും പറയാം. സിഗ്മ പൈ ഡെൽറ്റ 5. സിഗ്മ 0 ആണ് എൽ വാല്യൂ, പൈ 1 ആണ്, ഡെൽറ്റ 2 ആണ്, പൈ 3 ആണ്. അങ്ങനെ ഇരിക്കെ ഡെൽറ്റ എൽ 0 വരണമെങ്കിൽ എപ്സിലോണിൽ സിഗ്മ, ഫസ്റ്റ് വൺ സിഗ്മ എന്നല്ല നമ്മൾ പറയുന്നത്, സിഗ്മ ടു സിഗ്മ അലൗഡ് ആണ്, പൈ ടു പൈ അലൗഡ് ആണ്, കാരണം ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരുന്നുണ്ട്. ഡെൽറ്റ ടു ഡെൽറ്റ അലൗഡ് ആണ്, ഫൈ ടു ഫൈ അലൗഡ് ആണ്, കാരണം ഇവരെല്ലാം ഡിഫറൻസ് എടുക്കുമ്പോൾ 0 വരുന്നു. ഇനി പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്, +or-1. ദാറ്റ് മീൻസ് പൈ ടു സിഗ്മ 0ൽ നിന്ന് 1ലേക്ക് പോകുമ്പോൾ ഡിഫറൻസ് 1 +or-1 ആണ്. സോ സിഗ്മ ടു പൈ അലൗഡ് ആണ്. പൈ ടു ഡെൽറ്റ 1 - 2 -1 അതും അലൗഡ് ആണ്. ദെൻ ഡെൽറ്റ ടു ഫൈ 2 - 3 അതും -1 ആണ്, അതും അലൗഡ് ആണ്. അപ്പൊ 0 +or-1 വരുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നേരെ മറിച്ച്
സിഗ്മയിൽ നിന്ന് ഡെൽറ്റയിലേക്ക് പോവില്ല, കാരണം സിഗ്മ 0യും ഡെൽറ്റ 2ഉമാണ്. സിഗ്മയിൽ നിന്ന് ഡെൽറ്റയിലേക്ക് പോകുമ്പോൾ 0യിൽ നിന്ന് 2 ആണ്, ഡിഫറൻസ് 2 ആണ് കിട്ടുന്നത്. അത് ഫോർബിഡൻ ആണ്, കാരണം 0യും വന്നില്ല, +1ഉം വന്നില്ല, -1ഉം വന്നില്ല. സോ ദാറ്റ് വിൽ ബി എ ഫോർബിഡൻ ട്രാൻസിഷൻ. അതാണ് രണ്ടാമത്തെ റൂള് പറയുന്നത്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 0 ± 1. അടുത്തത് ജി ടു യുവും യു ടു ജിയും അലൗഡ് ആണ്. നേരെ മറിച്ച് ജി ടു ജി അലൗഡ് അല്ല, യു ടു യു അലൗഡ് അല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്ലസ് ടു പ്ലസ് അലൗഡ് ആണ്, മൈനസ് ടു മൈനസും അലൗഡ് ആണ്. പ്ലസ് ടു മൈനസ് അലൗഡ് അല്ല, മൈനസ് ടു പ്ലസ് അലൗഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യണം. തന്നിരിക്കുന്നതിനകത്ത് അലൗഡ് ട്രാൻസിഷൻ ഏതെന്ന് കണ്ടുപിടിക്കുക. അത്രയും കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന ആള് ഉത്തരം പറയണം. ഷൈമ സാറാസ്. എന്തോ ഷൈമ സാറാസ്. മൈക്കൊന്നും ചെയ്യോ? ഷീമയാണോ ഷൈമയാണോ? ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ ഷിമ. ഷീമ. ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ്. അജയ് പ്രകാശ്. അജയ് പ്രകാശിന് എന്താ ഉത്തരം കിട്ടിയത്? അജയ് പ്രകാശ്. ആമിന നസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ. അനീഷയ്ക്ക് എത്ര കിട്ടിയത്? ഓപ്ഷൻ സി ആണോ എല്ലാവർക്കും കിട്ടിയത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡിയോ? എന്തുകൊണ്ടാ ഓപ്ഷൻ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി എന്തുകൊണ്ടാ പറഞ്ഞത്? ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി പറഞ്ഞാലും ഓപ്ഷൻ ഡി എന്തുകൊണ്ടാ പറഞ്ഞതെന്ന് അറിയോ? ജി ടി യു അലൗഡ് ആണ്, 2s+1 സെയിം ആണ്, പ്ലസ് ഓർ മൈനസ് ആണ്. പ്ലസ് ഓർ മൈനസ് അലൗഡ് ആണെന്നാണോ ഞാൻ പറഞ്ഞത്? പ്ലസ് ടു മൈനസ് അലൗഡ് ആണോ? പ്ലസ് ടു പ്ലസ് മാത്രമാണ് അലൗഡ്. അപ്പൊ എല്ലാ കണ്ടീഷനും നോക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്തത് ഓർഗാനോമെറ്റാലിക്സിന്റെ ഒരു ചോദ്യമാണ്. മെറ്റൽ ബോണ്ട് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. ഇത് ഞാൻ ഇതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. കാര്യം പറഞ്ഞുതരാം. ബോണ്ടോട് മെറ്റൽ ബോണ്ട്, ഈ റീനിയത്തിന്റെയും അതുപോലെ തന്നെ മോളിബ്ഡിനത്തിന്റെ ഒക്കെ ഇതുപോലെയുള്ള കോമ്പൗണ്ട് വരുമ്പം ഇത് മറ്റേ ക്വാഡ്രപ്ലി ബോണ്ടഡ് ക്ലസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. Re2Cl8 എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. മെറ്റലുകളുടെ ഇടയിൽ 4 ബോണ്ടുകൾ വന്നിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് Re2Cl8 ഇവരുടെ ബോണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുമ്പോൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം ഫസ്റ്റ് കോമ്പൗണ്ട് ഞാൻ ചെയ്തു തരാം. Re2Cl8 ആണ്. ഫസ്റ്റിലെ നമുക്ക് ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. റീനിയത്തിന്റെ എക്സ് എന്ന് എടുക്കേ, 2x - 8 is equal to -2, കാരണം ക്ലോറിന് -1 ചാർജ്. സോ 2x is equal to 6, x is equal to 3. That means റീനിയം +3യിലാണ്. റീനിയം ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? മാറ്ററിൽ വരുന്നതാണ് അല്ലെ? മാംഗനസ്, ടെക്നീഷ്യം, റീനിയം. ഓക്കെ ആണോ? അതായത് റീനിയം D5S2 ആണ്. റീനിയം 3+ എന്ന് പറയുന്നത് D4 ആണ്. ഓക്കെ ആണോ? ഇവിടെ അപ്പൊ ഒരു റീനിയം 3+ൽ 4 ഇലക്ട്രോൺ ഉണ്ട്. പക്ഷെ ഇവിടെ 2 റീനിയം ഉള്ളത് കൊണ്ട് 2 × 4 8 ഇലക്ട്രോൺ ആണ്. Re2Cl8 2- റീനിയത്തിനകത്ത് മെറ്റലിനകത്ത്
എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. കാരണം അവിടെ 2 റീനിയം ഉള്ളതുകൊണ്ട്. ഇനി ഇങ്ങനത്തെ കോംപ്ലക്സിന്റെ എംഒ ഡയഗ്രാം എന്ന് പറയുന്നത് സിഗ്മ പൈ 2 എണ്ണം ഡെൽറ്റ. അത് കഴിഞ്ഞിട്ട് ഏതാ വരുന്നത്? ആർക്കെങ്കിലും അറിയാമോ? റീനിയം ഡെൽറ്റ സ്റ്റാർ. ഏതാ? ഡെൽറ്റ സ്റ്റാർ. ഡെൽറ്റ ഡെൽറ്റ സ്റ്റാർ. ഡെൽറ്റ സ്റ്റാർ. സ്റ്റാർ. ഓക്കെ, ഡെൽറ്റ സ്റ്റാർ എത്ര ഉണ്ട്? ഒരെണ്ണം. പൈ സ്റ്റാർ 2 എണ്ണം. ദെൻ സിഗ്മ സ്റ്റാർ. പിന്നെ നമുക്ക് ഈ 8 ഇലക്ട്രോണിനെ അങ്ങോട്ട് ഫില്ല് ചെയ്യാം. ഒന്ന് പറഞ്ഞേ, എങ്ങനെയൊക്കെ വരുമെന്നൊന്ന് ഫില്ലിങ് പറഞ്ഞേ. സിഗ്മ 2 പൈ 4 പൈക്ക് പൈയില് 2 സിഗ്മ 4 2 പൈ 4. ഓക്കെ, അപ്പൊ ഡെൽറ്റ 4 2. 8. ഓക്കെ ആണല്ലോ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുന്ന എങ്ങനെ? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ബോണ്ടിങ് സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലുകളിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം മൈനസ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസിലെ ഇലക്ട്രോണിന്റെ എണ്ണം. ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ഇവിടെ സിഗ്മയും പൈയും ഡെൽറ്റയുമാണ്. ദാറ്റ് മീൻസ് 2 + 4 + 2 8 മൈനസ് ആന്റി ബോണ്ടിങ്ങിൽ ഒന്നുമില്ല, 0. ദാറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. സോ ബോണ്ട് ഓർഡർ 4 വന്നു. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത കോമ്പൗണ്ട് Re2Cl6 PET ആണ്. PET ആണത്. C2H5 PET ട്രൈസ്. ഇതൊരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണുമ്പോൾ 2 × 0 എന്ന് എടുത്താൽ മതി. ഫോസ്ഫൈൽ ലിഗാൻഡ് ആണ്, ചാർജുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താണ് മെറ്റൽ ബോണ്ട്, ഈ ബോണ്ട് ഓർഡർ ഒന്ന് കണ്ടുപിടിക്കാവോ? സെയിം പ്രൊസീജിയർ തന്നെ, വ്യത്യാസമാകെ ലിഗാൻഡ് ഒന്ന് മാറി എന്നുള്ളതേ ഉള്ളൂ. 2 ക്ലോറിൻ മാറി 2 PET3 ആയി. അതിന് ന്യൂട്രൽ ചാർജുമാണ്. ഒന്ന് കണ്ടുപിടിക്കാവോ? കണ്ടുപിടിക്കാം എല്ലാരും. ഇതുപോലെ ചോദിക്കാം. അനുശ്രീ ആണെങ്കിൽ അനുശ്രീ പറയണേ. ആൻസർ 4 ആണ്. ഏതാ രണ്ടാമത്തെ ബോണ്ട് ഓർഡറോ? രണ്ടാമത്തെ ബോണ്ട് ഓർഡർ എത്ര കിട്ടിയേ? 4 ആണ്. കാരണം അവിടെയും റീനിയം +3 അല്ലേ വന്നത്, അല്ലേ അനുശ്രീ? എല്ലാവർക്കും അനുശ്രീ റീനിയം +3 തന്നെ വന്നോ? +3 വന്നോ? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് Re2Cl6 അതെ, +3 ആണ്. +3 വന്നു അല്ലേ? +3 വന്നാൽ സിമിലർ ആയിട്ട് തന്നെ കോൺഫിഗറേഷൻ വരും. തന്നെയാണ്. ഫർസാന പറഞ്ഞു, എന്തോ പറഞ്ഞു? ഓപ്ഷൻ എ അല്ല, ഏതാ? ഓപ്ഷൻ എ ആണോ ആൻസർ? അല്ല, അടുത്ത ചോദിക്കട്ടെ, പറയാം. അടുത്ത മൂന്നാമത്തെ കോമ്പൗണ്ടിന്റെ ബോണ്ട് ഓർഡർ എത്ര കിട്ടി? അനുശ്രീക്ക് എത്ര കിട്ടി? നിങ്ങൾ എന്താ പറഞ്ഞു? +2.
പ്ലസ് 2 +2 oxidation state. ബോണ്ട് Ah, ബോണ്ട് 3. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഓപ്ഷൻ എ വന്നോ ഉത്തരം? എല്ലാവർക്കും ഓപ്ഷൻ എ കിട്ടിയോ? കിട്ടിയോ ഓപ്ഷൻ എ ഉത്തരം? കിട്ടിയോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സോ എല്ലാവരും തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ക്വാഡ്രപ്ലി ബോണ്ടഡ്, ഇതിന്റെ തന്നെ മോളിബ്ഡിനത്തിനെ റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സിമിലർലി തന്നെ ചെയ്യുക. മോളിബ്ഡിനം ആണ് എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ക്രമവൽക്കരണം, ക്രോമിയം മോളിബ്ഡിനം ടങ്സ്റ്റൺ ഫാമിലിയിൽ വരുന്നു. റീനിയത്തിന് പകരം മോളിബ്ഡിനം വന്നു എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. സിമിലർലി തന്നെ സിഗ്മ, പൈ, ഡെൽറ്റ ആ ഒരു രീതിയിൽ തന്നെ പോകും. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. ഇത് വന്നിട്ട് സർഫസ് കെമിസ്ട്രിയിലെ ഒരു ചോദ്യമാണ്. ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. ഇത് കുര്യൻ ശർമ്മയ്ക്കകത്തു നിന്നുള്ള ഒരു ഗ്രാഫാണ്. ഇത് ഗേറ്റിനും നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കുര്യൻ ശർമ്മയ്ക്കകത്ത് ഇത് കിടപ്പുണ്ട്. അവരുടെ ആ ഒരു അഡ്വാൻസ് ടോപ്പിക് എന്നുള്ള രീതിയിൽ സർഫസ് കെമിസ്ട്രിയുടെ അവസാന ഭാഗത്തായിട്ട് ഈ ഒരു ഗ്രാഫ് കിടപ്പുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതിയാവും. സർഫക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ സർഫസ് ടെൻഷൻ കുറഞ്ഞു വരികയും മോളാർ കണ്ടക്ടിവിറ്റി ആദ്യമേ കോൺസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് പിന്നെ സ്റ്റീപ്പായിട്ട് ഡിക്രീസ് ചെയ്യുകയുമാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടി സർഫക്റ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ എന്താണ് വരേണ്ടത്? മോളാർ കണ്ടക്ടിവിറ്റി ആദ്യമേ മാറാതെ കോൺസ്റ്റന്റ് ആയിട്ട് വന്നിട്ട് സ്റ്റീപ്പായിട്ട് മോളാർ കണ്ടക്ടിവിറ്റി എന്താ ചെയ്യുന്നത്? സ്റ്റീപ്പായിട്ട് ആദ്യമേ കോൺസ്റ്റന്റ് വന്നിട്ട് സ്റ്റീപ്പായിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. സർഫസ് ടെൻഷൻ പതുക്കെ കുറയുന്നു. കുറഞ്ഞു വരും. അത് ഏത് ഗ്രാഫാണെന്നൊന്ന് പറയാമോ? മോളാർ കണ്ടക്ടിവിറ്റി ആദ്യമേ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് പിന്നെയാണ് കുറയുന്നത്. സർഫസ് ടെൻഷൻ ആദ്യമേ തന്നെ കുറഞ്ഞു വന്നിട്ട് പിന്നെ കോൺസ്റ്റന്റ് ആവുന്നു. അങ്ങനെ ഒരു റിലേഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണോ പറഞ്ഞത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോ ഏതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ കാര്യത്തില് രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് മോളാർ കണ്ടക്ടിവിറ്റി സർഫസ് ടെൻഷന്റെയും റിലേഷൻ വിത്ത് റെസ്പെക്ട് ടു CMC കോൺസെൻട്രേഷൻ ആണ്, സർഫക്റ്റന്റ് കോൺസെൻട്രേഷൻ. അപ്പൊ ഇത് കുര്യൻ ശർമ്മയ്ക്കകത്ത് ഗ്രാഫുകളാണ്. ഇതുപോലെ തന്നെ പോളിമറിന്റെ ഒരു ഗ്രാഫ് ഉണ്ട്. നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റും വെയിറ്റ് ആവറേജ് മോളിക്കുലാർ വെയിറ്റും വിസ്കോസിറ്റി ആവറേജ് മോളിക്കുലാർ വെയിറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗ്രാഫ് ഉണ്ട്. അതും കുര്യൻ ശർമ്മയ്ക്കകത്തുള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് പല പരീക്ഷയ്ക്കും. അപ്പൊ പോളിമറിന്റെ ഭാഗം നിങ്ങൾ നോക്കുമ്പോൾ നമ്പർ ആവറേജ് മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ്? വിസ്കോമെട്രി വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഏതാണ്? ഓസ്മോമെട്രി വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ഏതാണ്? MN/MW ബാർ അല്ലെങ്കിൽ PDIയുടെ ഇൻഡെക്സിന്റെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? PDI എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫുകളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഗ്രാഫുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഇതിൽ ചിലപ്പോൾ രണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് മോളാർ കണ്ടക്ടിവിറ്റി മാത്രമേ ചോദിക്കത്തുള്ളൂ. മോളാർ കണ്ടക്ടിവിറ്റി സർഫക്റ്റ് കോൺസെൻട്രേഷനുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സർഫസ് ടെൻഷന്റെ മാത്രമായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഗ്രാഫിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്തത് വന്നിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചോദ്യമാണ്. കെമിക്കൽ കൈനറ്റിക്സിൽ ഇതൊരു പാരലൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനേക്കാളൊക്കെ ഇതിപ്പോ അഡ്വാൻസ് രീതിയിലുള്ള ഞാനൊരു എക്സാമ്പിൾ എടുത്തതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കൈനറ്റിക്സിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് വേണം പോകാൻ. ലൈക്ക് എന്താണ് ഓർഡർ കണ്ടുപിടിക്കുന്നത്, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കുന്നത്, യൂണിറ്റ് ഓഫ് ഓർഡർ കണ്ടുപിടിക്കുന്നത്, അതുപോലെ ആവറേജ് ലൈഫ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കൈനറ്റിക്സിൽ. പിന്നെ എൻസൈം കറ്റാലിസിസ് ഉണ്ട്, മൈക്കലെ മെൻഡൻസ് ഇക്വേഷൻ, അതിന്റെ സ്ലോപ്പും ടേൺ ഓവർ ഫ്രീക്വൻസി, കാറ്റലിറ്റിക് എഫിഷ്യൻസി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് അത് നെറ്റിന് മാത്രം ഒതുങ്ങി നിന്ന ഒരു ഏരിയ ആയിരുന്നു എൻസൈം കറ്റാലിസിസ്. ഇപ്പൊ
ഈവൻ സെറ്റിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSCയിലും അതൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇതുവരെ എൻസൈം കറ്റാലിസിന്റെ ചോദ്യങ്ങൾ വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം MSc ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു PSC. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കിക്കോളാം. ഓക്കെ, ആ ഏരിയാസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പാരലൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തരുന്നു, അതിന്റെ K1ഉം K2ഉം, അതായത് പാരലൽ ഫസ്റ്റ് ഓർഡർ എന്ന് വെച്ചാൽ റിയാക്ടന്റ് രണ്ട് പ്രോഡക്റ്റുകളെ തരുന്നു വ്യത്യസ്ത റേറ്റ് കോൺസ്റ്റന്റിൽ. അപ്പൊ അതിന്റെ K1 തന്നിട്ടുണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റുകളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ K2 എന്താണെന്നാണ് ചോദ്യം. ഇത്രേ ഉള്ളൂ. K1 ഡിവൈഡ് ബൈ K2 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും K2? K2 എന്ന് പറയുന്നത് K1 by K2 is equal to 1/4. K2 എന്ന് പറയുന്നത് 4 into K1. K1 എന്ന് പറയുന്നത് 4 into 10⁻⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ്. ഓപ്ഷൻ സി. ഇത് CSIR ചോദിച്ചിട്ടുണ്ട്, ഗേറ്റിന് ചോദിച്ചിട്ടുണ്ട്. പാരലൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റിലേഷൻ, റേറ്റ് കോൺസ്റ്റന്റിന്റെ റിലേഷൻ കറസ്പോണ്ടിങ് പ്രോഡക്റ്റുമായിട്ട് തന്നെ റിലേറ്റഡ് ആണ്. അപ്പോൾ കൈനറ്റിക്സിനെ ആ ഒരു രീതിയിൽ വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ആ സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കാമോ? ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ഹാമറ്റ് ഇക്വേഷൻ. ഹാമറ്റ് ഇക്വേഷൻ ഇപ്പം പല എന്താണ് എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സിമ്പിൾ ആണ് ഇതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. സ്ട്രക്ചർ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ്. ഇപ്പൊ ഒരു റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ടിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഹാമറ്റ് ഇക്വേഷനിൽ നിന്ന് ശരിക്കും ലീനിയർ ഫ്രീ എനർജി റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോ ഇത് ഈ ഹാമറ്റ് ഇക്വേഷൻ ആപ്ലിക്കബിൾ ഓൺലി ടു മെറ്റ പാരാ ഐസോമേഴ്സിന് മാത്രമാണ്. മെറ്റയും പാരാ ഐസോമേഴ്സും മാത്രമാണ് ലീനിയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. സ്ട്രക്ചറും ആക്ടിവിറ്റിയും, അവരുടെ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ആ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചറും തമ്മിൽ റിലേറ്റഡ് ആണ് എന്നുള്ളത്, ലീനിയർ ആയിട്ടുള്ള റിലേഷൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് മെറ്റ ഐസോമറും പാരാ ഐസോമറുമേ കാണിക്കുന്നുള്ളൂ. ആരോമാറ്റിക് സിസ്റ്റത്തിന്റെ എസ്പെഷ്യലി ബെൻസീന്റെ ഡെറിവേറ്റീവുകളാണ്. അതില് അലിഫാറ്റിക് സിസ്റ്റമോ ഓർത്തോ ഐസോമറുകളോ, ഇപ്പം സപ്പോസ് ഈ ബെൻസോയിക് ആസിഡിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ്, ഇതിൽ ഈ ഒരു ബെൻസോയിക് ആസിഡിലേക്ക് എക്സ് എന്നുള്ളത് എച്ച് വന്നാൽ, അതായത് സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ, എച്ച് മാറി വേറൊരു ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നാൽ എന്ത് സംഭവിക്കുന്നു, അപ്പോൾ അത് എങ്ങനെയാണ് അവരുടെ ആക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് ഹാമറ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഹാമറ്റ് ഇക്വേഷനിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, സിഗ്മ വാല്യൂ. സിഗ്മ വാല്യൂ പോസിറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് വന്നാൽ എന്ത് സംഭവിക്കുന്നു. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരുമ്പോൾ നെഗറ്റീവ് വാല്യൂ, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നാൽ
പോസിറ്റീവ് വാല്യൂ ഒക്കെയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് എന്ത് സംഭവിക്കുന്നു? സിഗ്മ വാല്യൂ നെഗറ്റീവ് വന്നാൽ റിയാക്ഷന്റെ റേറ്റ് അവിടെ കുറയുന്നു, പോസിറ്റീവ് വന്നാൽ കുറച്ച് കൂടുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഹാമിൽട്ടൺ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് ഈ പറഞ്ഞ പാരാ ഐസോമറിനും മെറ്റാ ഐസോമറും ഓഫ് അരോമാറ്റിക് സിസ്റ്റമേ ആപ്ലിക്കബിൾ ഉള്ളൂ. നേരെ മറിച്ച് അലിഫാറ്റിക് സിസ്റ്റത്തിലോ അതുപോലെ തന്നെ ഓർത്തോ സിസ്റ്റത്തിലോ ഒക്കെ സ്റ്റെറിക് ഹിൻഡ്രൻസും ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഒക്കെ കാരണം ആപ്ലിക്കബിൾ അല്ല. ഹാമിൽട്ടൺ ഇക്വേഷൻ എവിടേക്കാണ് ആപ്ലിക്കബിൾ എന്നൊക്കെ ഒരു ചോദ്യം ചോദിക്കാം. ഓർത്തോ ഐസോമർ തരും, മെറ്റാ ഐസോമർ തരും, പാരാ ഐസോമർ തരും. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മെറ്റയിലും പാരയിലും അതും അരോമാറ്റിക് സിസ്റ്റത്തിന്റെ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വരുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ലോഗ് കെ ബൈ K0 ഈക്വൽ സിഗ്മ റോ. സിഗ്മ റോ കെ എന്ന് പറയുന്നത് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ട് വരുമ്പോൾ, എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു എച്ച്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻസ് വരുമ്പോൾ ലൈക്ക് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പോ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പോ ഒക്കെ വരുമ്പോൾ ഉള്ള റേറ്റ് കോൺസ്റ്റന്റ് ആണ് കെ. ദെൻ K0 എന്ന് പറയുന്നത് ഹൈഡ്രജൻ മാത്രം, അതായത് സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ലാതെ പക്ക ബെൻസോയിക് ആസിഡ് മാത്രമായിട്ട് വരുന്ന അവസ്ഥ. ആ ഒരു ഡിഫറൻസ് മീൻസ് ആ ഒരു റിലേഷൻ ലോഗ് കെ എക്സ് അല്ലെങ്കിൽ ലോഗ് കെ ഡിവൈഡ് ബൈ K0 ഈക്വൽ ടു സിഗ്മ റോ ആണ്. അതുപോലെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ റോ എന്ന് പറയുന്നത് റിയാക്ഷൻ കോൺസ്റ്റന്റും സിഗ്മ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂന്റ് കോൺസ്റ്റന്റും ആണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോ വാല്യൂസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന്, ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾക്ക് നെഗറ്റീവ് വാല്യൂസ് ഒക്കെയാണ് നോർമലി വരാറുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് ഈക്വേഷൻ ഒന്നുകൂടി എഴുതാം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൽ പോസിറ്റീവ് ആണ് സിഗ്മ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് പോസിറ്റീവ്, സിഗ്മ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന് നെഗറ്റീവ്. തിരിഞ്ഞാണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ സിഗ്മ വാല്യൂ പോസിറ്റീവും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ നെഗറ്റീവും വരും. അതൊന്ന് മാറ്റി എഴുതിക്കോണേ. ഈ ലോഗ് കെ എക്സ് ഡിവൈഡ് ബൈ K0 ഈക്വൽ ടു റോ സിഗ്മ റോ. ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞത് ഹാമിൽട്ടൺ ഇക്വേഷന്റെ കാര്യം? ക്ലിയർ ആണോ? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് സിഗ്മ വാല്യൂ പോസിറ്റീവും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന് നെഗറ്റീവും. അത് ക്ലിയർ ആയോ? ലോഗ് കെ ഡിവൈഡ് ബൈ കെ എച്ച് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥ, റോ 1 ആണെന്നിരിക്കെ നമുക്ക് സിഗ്മ എന്ന് എടുക്കുമ്പോൾ ലോഗ് കെ അതായത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് സംഭവം മൈനസ് ലോഗ് കെ ബെൻസോയിക് ആസിഡ് ഈക്വൽ ടു സിഗ്മ ആണ്. ഓക്കെ, ഇനി നമുക്ക് മൈനസ് ലോഗ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ PKA ആണ്, PKSB മൈനസ് ലോഗ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചാൽ PKSB ആണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം, ലോഗ് കെ സിഗ്മ എന്ന് പറയുന്നത് PKAO, PK ബെൻസോയിക് ആസിഡ്, അതായത് സബ്സ്റ്റിറ്റ്യൂന്റ് ഒന്നും ഇല്ലാത്തത് PKA മൈനസ് PKA സബ്സ്റ്റിറ്റ്യൂട്ടഡ്. ഇങ്ങനെ ഇവിടെ ഇക്വേഷൻ എഴുതാം. ലോഗ് കെയുടെ ടേംസിലും എഴുതാം, അതുപോലെ PKയുടെ ടേംസിലും എഴുതാം. ക്ലിയർ ആണോ? റോ എടുക്കണ്ടോ? എന്തോ ലോഗ് എന്ന് വെച്ചാൽ പി അതാണ്, മൈനസ് ലോഗ് കെ ആണ് PK എന്ന് പറയുന്നത്. K is proportional to 1 by PK എന്നാണ്. റോ എന്നല്ലേ വരുന്നത്? സിഗ്മ ലോഗ് കെനെ നമുക്ക് PK എന്ന് എഴുതാം, മൈനസ് ലോഗ് കെ PK എന്ന് എഴുതാം.
പി കെ എന്ന് വെച്ചാൽ നെഗറ്റീവ് ലോഗ് കെ ആണ്. പി കെ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗറിതം ഓഫ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. നമ്മള് ഈ തെർമോ എന്താണ് ഇക്വിലിബ്രിയത്തിനകത്തൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ്. പി കെ ഇസ് ഈക്വൽ ടു മൈനസ് ലോഗ് കെ. പഠിച്ചിട്ടില്ലേ ഇത്? ആരും ഇത് കേട്ടിട്ടില്ലേ ഇതുവരെ? ആരും കേട്ടിട്ടില്ലേ ലൈവിൽ? മിസ് പി കെ വന്നത് മനസ്സിലായി, പക്ഷെ റോ എവിടെ? റോ ഉണ്ടാവില്ല മിസ് അവിടെ. ഞാൻ പറഞ്ഞല്ലോ റോ വണ്ണെന്നിരിക്കേ, റോ വണ്ണെന്നിരിക്കേന്ന് ആദ്യമേ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഹാമിറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ നിങ്ങൾ തെറ്റാൻ സാധ്യത സബ്സ്റ്റിറ്റ്യൂട്ടഡ് വരുന്നത്, അതായത് ബെൻസോയിക് ആസിഡിലേക്ക് മെറ്റാ പൊസിഷനിലോ പാരാ പൊസിഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് വരുന്നതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ലോഗ് വെച്ച് ആദ്യം എഴുതുക. ലോഗ് കെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മൈനസ് ലോഗ് കെ ബെൻസോയിക് ആസിഡ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലാത്ത അവസ്ഥ. ഇനി പി കെയുടെ ടേംസിൽ എഴുതുമ്പോൾ ഹാമിറ്റ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു പി കെ ഓഫ് ബെൻസോയിക് ആസിഡ് ആണ് ആദ്യമേ എഴുതേണ്ടത്, മൈനസ് പി കെ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വാല്യൂ ഓഫ് ദ ഹാമറ്റ് സബ്സ്റ്റിറ്റ്യൂന്റ് കോൺസ്റ്റന്റ് ഫോർ POMe is minus 030 if pK of benzoic acid is 4.19. പിന്നെ ബെൻസോയിക് ആസിഡിന്റെ പി കെ കാണാതെ പഠിക്കുന്നത് നല്ലതായിരിക്കും, അത് കോൺസ്റ്റന്റ് ആണ്. പി കെ ഓഫ് ബെൻസോയിക് ആസിഡ് 4.19 ആണെങ്കിൽ എന്താണ് പാരാ അൻസിക് ആസിഡിന്റെ, അതായത് പാരാ OMeയുടെ ആണെങ്കിൽ 0.30 ആണ്. പി കെ ഓഫ് ബെൻസോയിക് ആസിഡ് 4.19 ആണ്. പി കെ ഓഫ് ബെൻസോയിക് ആസിഡ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ OMe വരുന്ന ആസിഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആസിഡിന്റെ പി കെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാൻ പറ്റുമോ? സിഗ്മ തന്നിട്ടുണ്ട് -0.30. പി കെ ഓഫ് ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട് 4.19. അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ടഡിന്റെ കാണണം. കണ്ടുപിടിക്കാമോ? കണ്ടുപിടിക്കാമോ? 4.49. എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? 4.49. ആൻസർ 4.49 ആണ്. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ഓക്കെ, അപ്പം ഇനി ഇതിനകത്ത് നിങ്ങള് വാല്യൂസ് കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സബ്സ്റ്റിറ്റ്യൂന്റ് ഏതൊക്കെ വരുമ്പോ NH2 ഇതൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. സിഗ്മ പാരയും സിഗ്മ എമ്മും ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. -0.62. മെറ്റയിൽ വരുമ്പോൾ NH2 0 ആണ്. OCH3 -0.29, 0.11. Then CH3 -0.17, 0.62. Then Cn 0.67, 0.62. ഹാലജൻസിനൊക്കെ തന്നെ പോസിറ്റീവ് വാല്യൂ അല്ലേ, 0.23, 0.35. Cl-ന് 0.22, 0.37. അതായത് ബെൻസോയിക് ആസിഡില് പാരാ പൊസിഷനിൽ NH2 വരുമ്പോൾ ഹാമറ്റ് കോൺസ്റ്റന്റ് -0.62, മെറ്റയിൽ വരുമ്പോൾ 0. ഇനി OCH3 വരുമ്പോൾ ഹാമറ്റ് കോൺസ്റ്റന്റ് പാരാ ഐസോമറിന്റെ -0.29, മെറ്റയുടേത് 0.11. ഈ വാല്യൂസ് ഒന്ന് ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറയണേ.
ഇത്രയേ ഉള്ളൂ. നമ്മുടെ KOMe അതിന്റെ സിഗ്മ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണ് വന്നത്. ഓക്കെ, ക്വസ്റ്റ്യന് -0.29 എന്നാണ്. NO2 വരുമ്പോൾ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന് നെഗറ്റീവും ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിന് പോസിറ്റീവുമാണ്. അപ്പോൾ റിയാക്ഷൻസിൽ, അതായത് നമ്മുടെ ബെൻസോയിക് ആസിഡില് OMe വരുമ്പോഴും NO2 വരുമ്പോഴും ഡിസോസിയേഷൻ ഓഫ് H+ എളുപ്പമാവുന്നത് KNO2-ലാണ്. പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്ത് പോകും. നേരെ മറിച്ച് OMe വരുമ്പോൾ ഡിസോസിയേഷൻ പാടാകും. സിഗ്മ നെഗറ്റീവ് വന്നാൽ റിയാക്ഷന്റെ റേറ്റ് കുറയും, മറിച്ച് സിഗ്മ പോസിറ്റീവ് വന്നാൽ റിയാക്ഷന്റെ റേറ്റ് കൂടും. അതാണ് നമ്മൾ ഹാമറ്റ് ഇക്വേഷന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സിഗ്മ പോസിറ്റീവ് എന്ന റേറ്റ് കൂടുന്നല്ലേ? സിഗ്മ പോസിറ്റീവ് വന്ന റേറ്റ് കൂടുന്നല്ലേ മിസ്സേ? ആ അതെ അതെ. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ വേറൊരാളെയും കൂടെ പറഞ്ഞു, റോ. റോ എന്ന് പറയുന്നത് റിയാക്ഷൻ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ഹാമറ്റ് ഇക്വേഷന്റെ റോ റെപ്രസെന്റ് ചെയ്യുന്നത് റിയാക്ഷൻ ഇലക്ട്രോണിക് എഫക്റ്റിന്റെ ഒക്കെ ഒരു റിലേഷൻ ആണ്. റോ പോസിറ്റീവ് വന്നാലും റോ നെഗറ്റീവ് വന്നാലും ഇതുപോലെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. റോ പോസിറ്റീവ് വന്നാൽ മോർ ഇലക്ട്രോൺസ് ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് നിങ്ങൾ പണ്ട് ആരോമാറ്റിക് റിയാക്ഷൻസ് ഒക്കെ പഠിച്ചപ്പം മറ്റേ ഇലക്ട്രോണിന്റെ മെക്കാനിസം ഒക്കെ ഫ്ലോ എഴുതിയിട്ട് ട്രാൻസിഷൻ സ്റ്റേറ്റിനകത്ത് പ്ലസ് വന്നതൊക്കെ ആയിട്ട് ഓർക്കുന്നുണ്ടോ? ട്രാൻസിഷൻ സ്റ്റേറ്റുകളിൽ ഓർത്തോ പൊസിഷനിൽ പ്ലസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രോൺ റിച്ചും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് എന്നൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഡിഗ്രിക്ക് മെക്കാനിസം എഴുതിയപ്പം ഓർക്കുന്നുണ്ടോ? ആർക്കും ഓർമ്മയില്ലേ? ആർക്കും ഓർമ്മയില്ലേ? എന്നാ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. റോ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഇലക്ട്രോൺ റിച്ച് ആവും, മോർ ഇലക്ട്രോൺസ് ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയിരിക്കും. നേരെ മറിച്ച് റോ നെഗറ്റീവ് വാല്യൂ വന്നാൽ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എന്താണ് ഇലക്ട്രോൺസ് കുറവായിരിക്കും. ട്രാൻസിഷൻ സ്റ്റേറ്റ് റിയാക്ടന്റും തമ്മിലുള്ള ഇലക്ട്രോൺ റിച്ച്നെസ് നമുക്ക് റോ വാല്യൂവിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഹാമറ്റ് ഇക്വേഷന്റെ ഇൻഫറൻസസ്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു 2 ഇക്വേഷൻ പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ലോഗ് വെച്ചിട്ട് ആദ്യമേ വരുന്ന ടേം ഏതാണെന്നുള്ളത് ഓർക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണോ അതോ നമ്മുടെ എന്താണ് അല്ലാത്ത സംഭവം നോർമൽ ബെൻസോയിക് ആസിഡ് ആണോ എന്നുള്ളത് ഓർക്കുക. പിന്നെ pK വെച്ചിട്ടുള്ള വാല്യൂ വരുന്നതും ആ ഒരു ഇക്വേഷനും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ലോഗ് K സബ്സ്റ്റിറ്റ്യൂട്ടഡ് മൈനസ് ലോഗ് K ബെൻസോയിക് ആസിഡ്, pKa ബെൻസോയിക് ആസിഡ് മൈനസ് pKa സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്. ഈ 2 കാര്യമാണ് ഹാമറ്റ് ഇക്വേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്തത് ഒരു അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. P and Q are isomers of cyclopentadiene dimer. A representative energy profile diagram of the dimerization is given below. Correct statement about the reaction. ഇക്വേഷൻ അല്ലെങ്കിൽ ഈ പടം ഒന്നും കണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. തന്നിരിക്കുന്നതിനകത്ത് മേജർ പ്രോഡക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. എനർജിയും തന്നിട്ടുണ്ട്, റിയാക്ഷൻ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോ ഇത്ര അറിഞ്ഞാൽ മതി. ഇത് ആക്ടിവേഷൻ എനർജിയെ സൂചിപ്പിക്കുന്നു. ഇത് EA1, ഇത് EA2.
ഇതിൽ നിങ്ങൾ പറയൂ, ഈ A1 ആണോ കൂടുതൽ, ഈ A2 ആണോ കൂടുതൽ? പറഞ്ഞേ, ഈ A1 ആണോ കൂടുതൽ, ഈ A2 ആണോ കൂടുതൽ? പറഞ്ഞേ, ഹൈറ്റ് വെച്ചിട്ട് ഏതാ കൂടുതൽ? ഈ A1. ആക്ടിവേഷൻ എനർജി കുറവാണെങ്കിൽ പെട്ടെന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്യും, കൂടുതലാണെങ്കിൽ പിന്നെയും ഒരുപാട് എനർജി വേണ്ടി വരും അത് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ. എപ്പോഴും ആക്ടിവേഷൻ എനർജി കുറവാണ് നല്ലത്. അങ്ങനെ പഠിച്ചോർക്കുന്നുണ്ടോ? ആക്ടിവേഷൻ എനർജി കുറവാണ് പെട്ടെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഹലോ, ഓർക്കുന്നുണ്ടോ? അപ്പോ ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് ഹൈറ്റ് കുറവ്, കാരണം ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് എനർജിയാണ്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ, Q പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ ഇത്രയും എനർജിയുടെ ആവശ്യമേ ഉള്ളൂ. നേരെ മറിച്ച് ഇവിടെ ഈ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് എന്താണ്, P ഫോർമേഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോ നമുക്ക് ഏത് പറയാൻ പറ്റും, ഈ A2 വരുന്ന Q ഫോം ചെയ്യാനാണ് നമുക്ക് പെട്ടെന്ന്, കാരണം കുറച്ച് ആക്ടിവേഷൻ എനർജി മതി. സോ Q ആണ് മേജർ പ്രോഡക്റ്റ്, കാരണം അത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഫോം ചെയ്യും. അപ്പൊ ഇതുപോലെയുള്ള ഡയഗ്രത്തിൽ നിന്നുള്ള ഇൻഫറൻസ് എടുക്കേണ്ട തരത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് CSI എന്നൊന്നും ചോദിച്ചിട്ടില്ല, അല്ലാത്ത ടൈപ്പ് അഡ്വാൻസ്ഡ് ലെവൽ IIT JAM പോലെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അഡ്വാൻസ് തന്നെ ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഇത്തരത്തിലുള്ള എന്താണ് ഡയഗ്രാംസ് ഒക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ്, ഗ്രൂപ്പ് തിയറി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത്രയും മണിക്കൂറിനിടയിൽ എല്ലാ ടോപ്പിക്സും, നമുക്ക് എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് 1.5 മണിക്കൂറും കൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം എന്ന് പറഞ്ഞ് ഈ ഏരിയാസ് മാത്രമല്ല, ഞാൻ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ ഏരിയാസും നിങ്ങൾ നോക്കിയിട്ട് പോവാം. പിന്നെ ഗ്രൂപ്പ് തിയറി നോക്കണം, ഫോട്ടോ കെമിസ്ട്രിയിലെ നെയിംഡ് റിയാക്ഷൻസ് നോക്കണം. അതുപോലെ തന്നെ റിയേജൻസിന്റെ പ്രെഡിക്ട് ദ പ്രോഡക്റ്റ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സമയം പോലെ ഒന്ന് കയറി കാണുക. കാരണം കുറെ ടൈപ്പ് ഓഫ് പബ്ലിക് വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അപ്പാർട്ട് ഫ്രം കോച്ചിങ് അല്ലാതെ തന്നെ നമ്മൾ പബ്ലിക് വീഡിയോ ആയിട്ട് കുറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നിങ്ങൾ സമയം പോലെ അതും കൂടി ഒന്ന് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ എടുത്തൊരു സ്ലൈഡ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സംസാരിക്കാം കേട്ടോ. സമയം അതിക്രമിച്ചു എനിക്കറിയാം, രാത്രിയാണ്, ഇത്രയും നേരമായി. അപ്പൊ നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങളൊന്ന് സംസാരിക്കാം കേട്ടോ. എടുത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? 1.5 അവർ സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആരെങ്കിലും സംസാരിക്കണേ? താങ്ക് യു മിസ്, ക്ലിയർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ PDF കറസ്പോണ്ടിങ് ഒരു ഷോർട്ട് ഹാൻഡ് നോട്ട് ഗ്രൂപ്പിൽ മാറിയാൽ മിസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വേണം നിങ്ങൾക്ക് PDF ഇതിന്റെ? ഓക്കെ, ഞാനിത് ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇനോർഗാനിക്കിന്റെ വേണ്ടിയാണ്, ഇനോർഗാനിക്കിന്റെ കോർഡിനേഷൻ കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോ ഇനോർഗാനിക്കും ലാന്തനൈറ്റ്സും ഓർഗാനോ മെറ്റാലിക്സിന്റെ ക്ലസ്റ്റേഴ്സ്, ബോറൈൻസ്, റിയാക്ഷൻസ്, വിൽക്കിൻസൺ കറ്റാലിസിന്റെ കാര്യങ്ങൾ, ഹൈഡ്രോ ഫോർമുലേഷന്റെ കാര്യങ്ങൾ, സീഗ്ലർനാട്ട പോളിമറൈസേഷന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് റെഫർ ചെയ്ത് വേണം പോകണമെന്നാണ് ആദ്യമേ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മൾ ഗ്രൂപ്പിലെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.